ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. കഴിഞ്ഞ തവണത്തെ പോലെ മിൽക്കി വേ പോലത്തെ ഒരു വീഡിയോ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചൊരു ലോങ് വീഡിയോ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് വെളുപ്പിന് 4 മണിക്കാണ്. കഴിഞ്ഞ തവണ 2 മണിക്ക് ഇറങ്ങി, ഇത്തവണ 4 മണിക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് കുറച്ച് ദൂരെയാണ്. മിൽക്കി വേയും ദൂരെയായിരുന്നു, പക്ഷെ ഇതങ്ങനല്ല. പോയി വരാനായിട്ട് ഓൾമോസ്റ്റ് വൈകുന്നേരം വരെ ടൈം എടുക്കുന്ന ദൂരമാണ്. നിങ്ങൾ ഇപ്പം ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ ഒരു 144 കിലോമീറ്റർ നമ്മൾ പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലെ എന്താ പറയുക, 5 പേരല്ല, ആളിൻ്റെ എണ്ണം കൂടി. നമ്മൾ ടോട്ടൽ 9 പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വണ്ടി റെന്റിനെടുത്താണ് പോകും. ചില്ലറ രൂപയ്ക്കൊന്നും പെട്രോൾ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഫുൾ ടാങ്കാണ്. നമ്മൾ എടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ടൊയോട്ട ലാൻഡ് ക്രൂസറാണ്. അപ്പം അതിൻ്റെ പെട്രോൾ ഓൾമോസ്റ്റ് ഒരു 10-200 രൂപ അടുപ്പിച്ചെന്തോ ആയിരുന്നു ഫുൾ ടാങ്ക്. രൂപയല്ല, ദറംസ്. അപ്പം നേരം ഏറെക്കുറെ വെളുത്ത് വരുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയ 4 മണിക്കാണെങ്കിലും ഇപ്പൊ ടൈം ആക്ച്വലി ഒരു 7 മണി സമയമൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ 7 അല്ല, 5:30 സമയം ആവുന്നതേ ഉള്ളൂ. അപ്പൊ തന്നെ നേരമൊക്കെ വെളുത്തു തുടങ്ങി. നിങ്ങളിപ്പോൾ ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏറെക്കുറെ മൗണ്ടൻസും കാര്യങ്ങളും. കാരണം നമ്മൾ ദുബായ് സിറ്റി കഴിഞ്ഞ് ഷാർജ എമിറേറ്റ്സിലാണിത്. കോർഫ്ഖാനിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം ആ വഴിയോര കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത്. എനിക്ക് ആക്ച്വലി ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു. കാരണം നാട്ടിലല്ലാതെ ഞാൻ ഇതുപോലെ മല സൈഡൊന്നും, മലയോര പ്രദേശങ്ങളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ കേരളത്തിലുള്ള സ്ഥലങ്ങൾ പോലെ പച്ചപ്പില്ലാന്നേ ഉള്ളൂ, പക്ഷെ മലയുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ മണ്ണ് കൂട്ടിയിട്ടേക്കുന്നത്. അല്ല ഗൈസ്, മണ്ണ് കൂട്ടിയിട്ടേക്കുന്നതെന്ന് തോന്നുന്നതിൽ പാറക്കല്ലാണത്. ശരിക്കും നമ്മുടെ നാട്ടിലെ എന്താ പറയാ, മലയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പോളിഷ്ഡ് ആണ്. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ മഴ വീണ് കണ്ടോ, റോഡ് കണ്ടോ കിടക്കുന്നത്, ഫുള്ള് ചുറ്റിക്കയറ്റമാണ്. അപ്പം മലയുടെ കാര്യം പറഞ്ഞു. മല എന്ന് പറയുമ്പോൾ നാട്ടിലുള്ളത് പോളിഷ്ഡ് ആവാൻ റീസൺ മഴ പെയ്ത് അതിന്റെ വെള്ളം വീണ് പോളിഷ് ആവുന്നതാണ്. അപ്പം ഇവിടുത്തെ മഴയും കാര്യങ്ങളും ഒക്കെ കുറവായത് കൊണ്ട് തന്നെ അങ്ങനെ പോളിഷ്ഡ് അല്ല. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ലൈക്ക് നമ്മൾ എത്തുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പോകാനുണ്ട് കേസ്. ദുബായ് സിറ്റിക്കകത്താണ് നമ്മൾ താമസിക്കുന്നത്. ഞങ്ങൾ ഇറങ്ങിയത് അൽഖൂസി എന്നാണ്. അപ്പം അവിടുന്ന് ഷാർജ എമിറേറ്റ്സ്, ഷാർജയും കഴിഞ്ഞ് അവിടുന്ന് കോർഫ്ഖാൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഈ കാണുന്ന ഹൈ റേഞ്ച് ഏരിയയാണ്. ചെവിയിൽ നിന്നൊക്കെ ആ സമയത്ത് 2 സൈഡിൽ നിന്നും പൊട്ടിപ്പോയായിരുന്നു. നമുക്ക് ഈ ഓൾട്ടിറ്റ്യൂഡ് മാറുമ്പോഴത്തേക്കും നമുക്ക് പ്രഷർ വേരിയേഷൻ വരുമ്പോൾ ചെവിയിൽ നിന്നൊരു ടക്ക് ടക്ക് സൗണ്ട് കേൾക്കുമല്ലോ. ആ ഒരു സാധനം നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. എനിക്കത് ആക്ച്വലി വരാറുള്ളത് ഫ്ലൈറ്റിൽ കയറുമ്പോഴാണ്. പിന്നെ നമ്മൾ പൊന്മുടി, നാട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത്, നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ഊട്ടി എന്ന് പറയുന്ന പൊന്മുടി. അപ്പം അതിനകത്ത് ഇത് ഞങ്ങൾ ജസ്റ്റ് സൺറൂഫ് കയറിയിട്ടൊന്ന് ട്രൈ ചെയ്താൽ, ഞങ്ങൾ പോകുന്ന സ്പീഡിൽ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ചുമ്മാ നിൽക്കാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾ കയറി ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ റോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ 100-1 നമ്മുടെ കാലറിയാതെ അങ്ങ് വെച്ച് പോകും നമ്മൾ. പക്ഷെ പെറ്റി വരുന്നത് 1-2 രൂപ അല്ലാത്തതിനാൽ നമ്മൾ അതൊക്കെ കൺട്രോൾ ചെയ്ത് ഇടയ്ക്ക് കിട്ടുന്ന സമയം പോലെ നമ്മളൊന്ന് ചവിട്ടി വിടും. പക്ഷെ ആക്ച്വലി ഞാനിപ്പോൾ മിസ് ചെയ്യുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, മിസ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ സിൻസിക്ക് കൊടുത്ത ക്യാമറ ഉണ്ടല്ലോ, DJI വ്ളോഗിങ് ക്യാമറ, അത് ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഭയങ്കര ഹാൻഡിയാണ് അത് യൂസ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഒരു ചെറിയൊരു
എന്താ പറയാ കോമ്പാക്ട് സൈസാണ് സാധനം. നമ്മളൊരു ഫോൺ പിടിക്കുന്ന അത്ര വെയിറ്റ് പോലും ഇല്ല ആ ക്യാമറ യൂസ് ചെയ്യാൻ. അതിനൊരു ഡീറ്റെയിൽഡ് റിവ്യൂ എനിക്ക് ഇടണമെന്നുണ്ട്, പക്ഷെ ഞാനത് സിൻസിയുടെ കയ്യിൽ കൊടുത്തത് കൊണ്ടും എന്താ പുള്ളിക്കാരി അപ്പോൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇടാനായിട്ടൊന്നും പറ്റിയില്ല. ഇനിയും സമയമുണ്ടല്ലോ, കുഴപ്പമില്ല. ഉടനടി തന്നെ നമുക്ക് ഒരു റിവ്യൂ ഇടാൻ പറ്റുന്ന ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അതിപ്പോഴല്ല, വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ എന്താ പറയുന്നതെന്നുള്ളത്. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ഗൈസ് ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല. നിർത്തിക്കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. ഫൈൻ അടിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് അങ്ങനൊന്നും ആരും ട്രൈ ചെയ്യരുത്. അപ്പം പറഞ്ഞു വന്ന് നമ്മളിപ്പം ഏറെക്കുറെ നമ്മുടെ എന്താ പറയുക കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് 1.5 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട്. ഇവിടെ ചെറിയൊരു ചെക്ക് പോയിന്റ് ഉണ്ട്. നമ്മുടെ വണ്ടി ഒന്ന് സ്കാൻ ആവും, നമുക്ക് ഓപ്പൺ ആക്കി തരും. പക്ഷെ നമ്മൾ ആ സമയത്ത് ഒരു പേയ്മെന്റും നമ്മൾ കൊടുക്കണ്ട. തിരിച്ചിറങ്ങുന്ന സമയത്ത് ചെറിയൊരു ഫീസ് ഉണ്ട്, ലൈക്ക് ഒരു 20 ദിറം സംതിങ് എന്തോ ആണ്. ഒരു വണ്ടിക്ക് അനുസരിച്ചാണ്, ആളുകളുടെ എണ്ണം ഒന്നും അവിടെ കണക്ക് കൂട്ടാറില്ല. നമുക്ക് ഇവിടെ എല്ലാം എൻട്രി ഫ്രീ ആണ്. ആക്ച്വലി ഈ വ്യൂ ഉണ്ടല്ലോ, ഒരു കിടിലോസ്കി വ്യൂ ആണ്. കാരണം ഇനി അങ്ങോട്ട് പോകുന്തോറും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഹൈറ്റിലാണ് എന്നുള്ളത്. ആ കാണുന്ന എന്താ പറയുക ലൈൻസ് ഒക്കെ ഇലക്ട്രിക് ലൈൻസ് ആണ്. അതിൻ്റെ മുകളിലും ഉണ്ട് ഗൈസ് കറണ്ടും കാര്യങ്ങളും എല്ലാം. ഇവർക്കൊന്നും ഒരു രീതിയിലും പരിമിതികളില്ല, ലിമിറ്റ്ലെസ് ആണ് ഇവരുടെ ഐഡിയാസും കാര്യങ്ങളും എല്ലാം. ലൈക്ക് UAE-കാരുടെ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏത് ഗുദാമിലും ഉണ്ട് പവറും കാര്യങ്ങളും എല്ലാം, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഈവൻ അതിൻ്റെ മുകളിലൊരു ഹോട്ടൽ വരെ ഉണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഒരു സ്പേസ് ഷിപ്പ് പോലെ തോന്നും. ലൈക്ക് സ്പേസ് ഷിപ്പ് എന്ന് തന്നെ എന്തോ ആണ് അതിന് പറയുന്നത്. ആക്ച്വലി പേരറിയില്ല, പേരവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം. ഈ കാണുന്നത് റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ രാവിലെ ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം ആയിട്ടില്ല, അതുകൊണ്ട് അത് തുറന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇത്രയും നേരം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യാൻ ഒരു റീസണും കൂടെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ കാറിൽ നല്ല പാട്ടിട്ടാണ്, വെറുതെ കോപ്പിറൈറ്റ് അടിച്ച് കിട്ടണ്ടെന്ന് വിചാരിച്ചാണ്. ഇനി അങ്ങോട്ട് എൻ്റെ വോയിസ് ഓവർ കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ സൗണ്ടോട് കൂടി നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, only for kids alone. മല കൊച്ചിങ്ങനെ തന്നെയാ, മൊത്തം കുത്തി കുഴപ്പമില്ലാന്ന് കറക്റ്റാ. മല കൊച്ചു വരുമോന്ന് അറിയില്ല, വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഭണ്ഡാരം കെട്ടി എടുക്കുമോ ഇങ്ങോട്ട്? അല്ല അല്ലല്ല, പെണ്ണുമ്പിള്ള ഇവിടെ ഒന്നും പാടുന്ന ഒന്നും വരുന്നില്ല ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് കോടയല്ല, ഇത് ഹ്യൂമിഡിറ്റിയാ, നല്ല ചൂട്. ഒന്നും കാണുന്നില്ല. പോയാ അന്വേഷിക്കണ്ടേനല്ലോ. വെള്ളമാണ് അത്, മനസ്സിലായ? അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. വെയിൽ നന്നായിട്ട് ഉറച്ചു തുടങ്ങി. അതിൽ കൂടുതൽ നമുക്ക് ഉള്ളിൽ നിന്ന് വിശപ്പിൻ്റെ വിളിയുടെ അളവും കൂടിയതുകൊണ്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഈ ഭാഗങ്ങളിലെ റെസ്റ്റോറൻറ്റ്സ് വളരെ ചുരുക്കമാണ്, പ്രത്യേകിച്ച് ഈ സമയത്ത് ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് നല്ലൊരു മലയാളി റെസ്റ്റോറൻറ്റ് കിട്ടി. അവിടെ കയറി ഫുഡും തട്ടിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി.
പിന്നെ ഇനി അടുത്ത് കാണാനായിട്ട് നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് നമ്മൾ ഓൺ ദ സ്പോട്ട് ഗൂഗിളിലിട്ട് കാണാനെടുത്ത സ്ഥലങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അപ്പം റെസ്റ്റോറൻറ്റിലെ ചേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്തൊരു 100 വർഷം പഴക്കമുള്ള ഒരു മോസ്ക് ഉണ്ട്, അത് പോകാനായിട്ട്, അത് പോയി കാണാനായിട്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് അടുത്താന്ന് പറഞ്ഞു. അപ്പം അതും കൂടെ കയറി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ ഇറങ്ങി. ഇതാണ് ആ മോസ്കിന്റെ പേര്. ഈന്തപ്പനകൾ. അങ്ങനെ നമ്മളിപ്പോൾ AD കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ ഒരു മോസ്ക്, ഒരു പള്ളി, ആ പള്ളിയുടെ എന്താ പറയുക, പള്ളിയുടെ എന്തുവാണിത്, ബിൽഡിങ് എന്തുവാണെന്നൊന്നും അറിയത്തില്ല, കയറി പോകുമ്പോഴേ അറിയത്തുള്ളൂ. നോക്കട്ടെ, അവിടെ വല്ല എഴുതിയിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ട് പറഞ്ഞുതരാം. അടിപൊളി. ഇവിടെ വന്നാൽ കടൽ നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അത് നൈസ്. കടല് സൂപ്പർ, നല്ലൊരു വ്യൂ. പക്ഷേ അത്യാവശ്യം നല്ല വെയിലുണ്ട്. 9 മണിയായിട്ടേ ഉള്ളൂ, പക്ഷെ എന്നാലും ചൂടുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ മോസ്ക് കണ്ടിറങ്ങി. ഇനി അടുത്ത് പോകാനായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അടുത്ത് ഞാൻ കണ്ടത് ബീച്ചാണ്, സാൻഡി ബീച്ച്. അപ്പം ബീച്ചിലോട്ട് പോകാനായിട്ട് ഉള്ള പോക്കാണ്. ഇവിടെയും മലകളൊക്കെ തുരന്നാണ് പോകുന്നത്. പ്രത്യേകിച്ച് പറയാലോ, നമ്മളിപ്പോൾ ഷാർജ എമിറേറ്റ്സ് കഴിഞ്ഞു, ഇനി ഫുജേറയാണ്. ഫുജേറയിലാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ബീച്ച് ഉള്ളത്. നമുക്ക് ഈ സൈഡിൽ കാണുന്ന പോലെ മലകൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബീച്ചാണ്. ആക്ച്വലി ഇതൊരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, ഒരു നവംബർ ടു മാർച്ച് ആ ഒരു സമയം അടിപൊളിയായിരിക്കും, കാരണം നല്ല കൂളിംഗ് ആയിരിക്കും. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ, പുകയുമായിരുന്നു ഞങ്ങൾ. ഒന്നും പറയണ്ട, അയ്യോ ചൂടോട് ചൂടായിരുന്നു. അടിപൊളി വ്യൂ. ബാക്കിലോട്ട് മല, കടൽ, മല, കടൽ. ആദ്യമായിട്ടാണ് ഞാനൊരു ബീച്ചിൽ വന്ന് വെള്ളത്തിൽ ഇറങ്ങാതെ ഞാൻ തിരിച്ചു പോകുന്നത്. കാരണം പറഞ്ഞല്ലോ, ചൂട് അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ വെച്ച് പിടിക്കുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. നമ്മൾ ഇപ്പോൾ ഫുജേറയിൽ തന്നെയാണ്. ഫുജേറയിൽ നിന്ന് നമ്മൾ അടുത്ത ഫുജേറയിൽ കാണാനായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഒരു സ്ഥലം കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള പ്ലാൻ എന്താണ്, ലൈക്ക് എങ്ങോട്ട് പോകണം എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. കാണാനായിട്ട് എന്താ ഉള്ളത്, നമ്മളെപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫുജേറ സിറ്റി. ഇത് ഫുജേറയിലെ രാജാവാട്ടോ. പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു രക്ഷയില്ലാത്ത കാര്യം, എങ്ങനെയും പെട്ടെന്ന് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. കാരണം ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ഡ്രൈവർ സ്പൾബർ എനീസിക്ക, പുള്ളിയാണ് ഫുള്ള് ഓടിക്കുന്നത്. പുള്ളിക്ക് ഇഷ്ടമാണ് ഓടിക്കാൻ. അതൊരു വേറൊരു മൈൻഡുള്ള ഒരാളാട്ടോ. ഒന്നും പറയണ്ട, എങ്ങോട്ടെങ്കിലും ഒക്കെ പൊക്കോളും. നമ്മൾ പറയേണ്ട താമസം. വണ്ടി കൈ കിട്ടിയോ പിന്നെ നമ്മൾ പറയുന്നിടത്തേക്ക് അങ്ങ് വെച്ച് പിടിച്ചോളും.
അങ്ങനെ നമ്മൾ 100-110 എങ്ങനെ പിടിച്ച് നമ്മൾ രണ്ടാമത്തെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടല്ലല്ലോ പറയും പോലെ, ഇതിപ്പോൾ എത്ര എണ്ണമായി? എത്രയിലോട്ടെ. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് ഫുജേറ ഫോർട്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് ഫുജേറ ഫോർട്ടിന്റെ എൻട്രൻസ്. അങ്ങ് ദൂരെ കാണുന്നില്ലേ അവിടെ, ദേ ഇവിടെ, ഇതാണ് ഫുജേറ ഫോർട്ട്. നിങ്ങൾ ഈ കാണുന്ന കുഞ്ഞൊന്നും അല്ല, ആക്ച്വലി അത് ഭയങ്കര വലുതാണ്. ഇതിനകമൊക്കെ ഒന്ന് കയറി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി അടുത്തത് പോകുന്നത്. എനിക്കിവിടെ വെച്ച് വലിയൊരു അബദ്ധം പറ്റിയായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഫോണിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരിടുന്നത്, ഞാൻ ഇതിനകത്ത് എന്തുവാന്ന് നോക്കാൻ പോകാം, ആസ് യൂഷ്വൽ വേസ്റ്റ്. അപ്പൊ പറഞ്ഞു വന്നത്, ഫോണിൽ വീഡിയോ എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വോയിസ് ക്ലാരിറ്റി അത്ര നല്ലതായിരിക്കില്ല. നമ്മൾ ചില സമയങ്ങളിൽ ലൈക്ക് വിൻഡൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് അത്ര ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനൊരു എക്സ്റ്റേണൽ മൈക്ക് എടുത്തായിരുന്നു. ആ മൈക്ക് നിങ്ങൾക്ക് കാണാം, എൻ്റെ ഉടുപ്പിൻ്റെ ഉള്ളിലാണ് ഞാൻ അത് കുത്തി വെച്ചിരിക്കുന്നത്. മൈക്ക് എടുത്തു, അതിൻ്റെ റിസീവർ ഫോണിൽ കണക്ട് ചെയ്തു. പക്ഷേ മൈക്കിൻ്റെ സ്വിച്ച് ഓൺ ആക്കാൻ മറന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നടന്ന് വ്ലോഗ് ചെയ്തത് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ്. നമ്മൾ അകത്ത് കയറിയത് മാത്രമേ ഉള്ളൂ, പിന്നെ നാല് വഴിക്ക് പോയി. അപ്പൊ നമ്മൾ ഈ കോട്ടകൾ, ഇത് കോട്ട എന്നാണ് പറയുന്നത്, ഫോർട്ട് അല്ലേ കോട്ട. അപ്പം കയറി കണ്ട് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻജോയ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടാട്ടോ, ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പൊരിയോ അകത്ത് കിടന്ന്. ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ കണ്ടു, അടുത്ത് ഇറങ്ങി. ഇനി ഓരോരോ സ്ഥലങ്ങളായിട്ട് നമ്മൾ പോയി കണ്ടോണ്ടിരിക്കുകയാണ്. അതിൽ ഒരു സെക്കൻഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. ഇത് കറക്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോ അതുപോലെ അങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. ഇത് ഒന്നും നോക്കാതെ അങ്ങ് വീഡിയോ എടുക്കുക. ഐ മീൻ, ഈ ഒരു മൂഡിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താ ഞാൻ പറയുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ കൂടുതലും പറയുന്നത് അവരുടെ ആർക്കിടെക്റ്റിനെ പറ്റിയിട്ടായിരിക്കും. പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് ഇതിനകത്തൊന്നും കമ്പിയും സിമെന്റും ഒന്നും ഇല്ല, ഫുള്ള് ചെളിയാണിത്. പക്ഷെ അതിന്റെ പെർഫെക്ഷൻ ഒക്കെ അടിപൊളിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ആ ഭിത്തിയുടെ കട്ടി കണ്ടോ നിങ്ങൾ? പിന്നെ ആ മേളിൽ കാണുന്ന ഈ കഴക്കോലുണ്ടല്ലോ, അതാണ് അതിന്റെ പില്ലർ. ഐ മീൻ ബീം, പില്ലർ അല്ലല്ലോ, ബീം. നമ്മള് കമ്പി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അക്കാലങ്ങളിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് മരം കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ മേളില് പനമ്പിട്ട്, അതിന്റെ മേളില് ചെളി വെച്ച് പൂശി, അതിന്റെ മേളിലാണ് പാറക്കല്ല് കൊണ്ട് നിരത്തി ലെവൽ ചെയ്തൊക്കെ എടുത്തിരിക്കുന്നത്. ഇത് ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ടണൽ, എന്താ ഉള്ളിലെന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കയറി പോവാണ്. ഒരാൾക്ക് കുനിഞ്ഞു കയറി പോകാനുള്ളതേ ഉള്ളൂ. ഇതിവിടെ എത്തിയപ്പോഴത്തേക്ക് എൻഡായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ല, പക്ഷെ അതിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സ്മെല്ല് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പട്ടിയും പൂച്ചയും എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കയറിയായിരിക്കും രാത്രിയിൽ കിടന്നുറങ്ങുന്നത്. ഐ ഡോണ്ട് നോ. പക്ഷേ കയറി പോകുമ്പോൾ ഞാൻ വിചാരിച്ചു കുറെ ഉള്ളിലോട്ട് ഉണ്ടാവുമെന്ന്. ഒന്നുമില്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സെയിം അതുപോലത്തെ തന്നെ ഒരു കോട്ടയാണ്, പക്ഷെ ഇവിടെയും വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ നമ്മുടെ രാജ്യത്ത് കണ്ടത് പോലെ തന്നെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു എന്താ പറയാ, ഐക്കോണിക് സാധനങ്ങളിൽ പേരെഴുതി വെച്ച് വൃത്തികേടാക്കിയിരിക്കുന്നത്. യൂഷ്വലി നമ്മള് മറ്റേ എന്താ പറയാ, സിനിമയില് കണ്ടതുപോലെ, എന്താ മഞ്ഞുമൽ ബോയ്സിനകത്ത് കണ്ടതുപോലെ മഞ്ഞുമൽ ബോയ്സ് എന്ന് എഴുതാൻ വേണ്ടി പോയിരുന്നില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. ഈ പടിയുണ്ടല്ലോ, ഓൾമോസ്റ്റ് ഒരു 90 ഡിഗ്രിയാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. കാരണം അങ്ങനെ വെച്ചാൽ ഇതിന്റെ മേളിലോട്ട് കയറാൻ പറ്റുള്ളൂ. കാരണം ഹൈറ്റ് കുറവല്ലേ, ഇവർക്ക് സ്ട്രക്ചറും ചെറുതായതുകൊണ്ട് അങ്ങനെ ലാവിഷ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ആ താഴെ കണ്ട ആ എന്താ പനമ്പും മരം കൊണ്ടുണ്ടാക്കിയ ബീമില്ലേ, അത് വെച്ചുണ്ടാക്കിയ തിട്ടയിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. അവരുടെ ടെറസ് തറ ഫുള്ള് ഗ്രാവൽ വിരിച്ചിട്ടേക്കുവാണ്. പിന്നെ ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ്
ഫുജേറയ്ക്കകത്ത് ഈ പണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ അവിടുത്തെ പടയാളികളൊക്കെ താമസിച്ചിരുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതൊക്കെ അവിടെ എഴുതി വെച്ചിരുന്നത് വായിച്ചതാ. എനിക്കല്ലാതെ ഇതൊന്നും അറിയാനുള്ളൊരു കഴിവൊന്നുമില്ലല്ലോ. ഇതൊക്കെ ആക്ച്വലി നമുക്ക് കാണാം കേട്ടോ. കയറി നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു ലൈക്ക് ഒരു കമ്മ്യൂണിറ്റി പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, ഇപ്പോഴത് കുറച്ച് ആളുകൾ എന്ത് താമസിക്കുന്നുള്ളൂ. പക്ഷെ ഈ വ്യൂ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. വിചാരിക്കുന്ന പോലൊന്നും അല്ല. നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വന്നതല്ലേ, കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ആ ഒരു ഫൺ മൂഡിൽ ഇറങ്ങുന്നത് കൊണ്ട് ചൂടും വെയിലൊന്നും നമ്മൾ അറിയുന്നില്ല. പിന്നെ ഈ കാണുന്നത്, അങ്ങോട്ട് കാണുന്നതാണ് ഫുജേറ സിറ്റി. കാരണം ഫുജേറ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എമിറേറ്റ് ആണ്. ദുബായ് പോലെ അബുദാബി പോലെ ഫുള്ളി ഡെവലപ്ഡ് അല്ല. ഫുജേറ, റാസൽ ഖൈമ, അലൈനൊക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതും കുറച്ച് ആളുകളും കൂടെ കയറി വരുന്നുണ്ട്. അവർക്കൊക്കെ കയറാൻ കുറച്ച് പാടാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, വിചാരിക്കുന്നത് പോലെ അത്ര സിമ്പിൾ അല്ല. കാല് 90 ഡിഗ്രി പൊക്കി വെച്ചാൽ മാത്രമേ അത് കയറാൻ പറ്റുള്ളൂ. പിന്നെ കയറുന്നതും കുറച്ച് കഷ്ടപ്പാടാണ്. ഇപ്പൊ കയറി വന്നത് നമ്മുടെ കൊളീഗാണ് ശ്രീജിത്ത്. പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ വൈഫും കൂടാണ് വന്നത്. പുള്ളിക്കാരിയാണ് ഈ വരുന്നത്. പുള്ളിക്കാരി വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണ് നമ്മൾ വണ്ടി റെന്റിന് എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ അധിക നേരം അതിന് മേളിൽ നിന്നില്ല. നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന പോലെ ഞാൻ താഴോട്ട് ഇറങ്ങുവാണ്. ഹൈ സ്റ്റീപ്പാണ്. നിങ്ങൾക്ക് ഈ പടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു സ്റ്റെപ്പ് ഞാൻ കാലെടുത്ത് താഴോട്ട് വെച്ചതേ ഉള്ളൂ. പടപടേന്ന് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയതാ. അത്രയും ഗ്രാവിറ്റി തന്നെ പുള്ളി ചെയ്യുന്നുണ്ടേ. അങ്ങനെയാണ് ആ സ്റ്റെപ്പ് നിർമ്മിച്ചിരിക്കണ്ടോ. എല്ലാവർക്കും ആ ഒരു സ്പീഡിൽ ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ അടുത്തത് കാല് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അടുത്ത കാലങ്ങ് വന്നു പോവും. അങ്ങനെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടോ, ഇതിന്റെ മേളിലാണ് നമ്മൾ ആക്ച്വലി നിന്നത്. ഇത് എല്ലാം ഈ മരം ആണ് ഫുള്ള്. മരം, അതിന്റെ മേളില് പനമ്പെന്ന് പറയുമ്പം എന്താ പറയാ, ഈ പനയുടെ ഓല വെച്ച് ഉണ്ടാക്കിയ സാധനമാണ്. നമ്മൾ പണ്ട് ഞങ്ങളുടെ സ്കൂളിലൊക്കെ ആക്ച്വലി ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ പാർട്ടീഷൻ ചെയ്തിരുന്നത്. ലൈക്ക് ഡിവിഷൻസ് പാർട്ടീഷൻ ചെയ്തിരുന്നത്. പണ്ടത്തെ കാര്യം കേട്ടോ പറയുന്നത്. ശേഷം നമ്മൾ അതിനകത്ത് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. നമ്മുടെ കുറച്ച് കോപ്രായത്തരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവരും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് എൻജോയ് ചെയ്യും. ആ സമയത്ത് നമ്മൾ കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. പുള്ളി എന്തൊക്കെയൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഒന്നും ഓർമ്മയില്ല ശരിക്കും പറയാലോ. ഞാൻ ആ പില്ലർ കണ്ടിട്ട് അന്തം വിട്ട് നിന്നതാണ് കേട്ടോ. എന്തു വലിയ കട്ടിയാന്നറിയാം പില്ലർ ആക്ച്വലി. അങ്ങനെ അതിനകത്തുനിന്ന് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. ഇനി അടുത്ത 2 ബിൽഡിങ്സിൽ കയറാനുണ്ട്. ആ ഒരു എന്താ പറയാ, കുഞ്ഞു കുഞ്ഞ് മരത്തിന്റെ ചില്ലുകൾ വെച്ചുണ്ടാക്കിയ ഡോറില്ലേ, അത് ഞങ്ങൾ തള്ളി നോക്കി. പക്ഷെ അതുവഴി കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിന് ഇപ്പുറത്ത് തുറന്നു കിടക്കുന്ന ഒരു പോർഷനിൽ കൂടെ നമ്മൾ അകത്തോട്ട് കയറി. സെയിം ഡോർ തന്നെയാണ് ആ കാണുന്നത്. അതിന്റെ ഉൾഭാഗം കണ്ടു കഴിഞ്ഞാൽ പുറമെ ഇങ്ങനെയാണെന്നൊന്നും നമ്മൾ പറയത്തില്ലല്ലോ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ലൈറ്റ് ഇട്ട് വെക്കും. കാരണം ഫുള്ള് ഇരുട്ടാണ്, ഒരു വകയും കാണാൻ പറ്റില്ല. ഈ ഡോറൊന്നും നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ കട്ടി കണ്ടോ, ഒമ്പോ, ഇജ്ജാതി കട്ടിയുള്ള ഡോറൊന്നും ഇപ്പൊ ഒരു വീടുകളിലും കാണത്തില്ല. വീട്ടിലൊക്കെ അല്ലേലും എന്തിനാ ഇത്രയും കട്ടിയുള്ള ഡോറ്? ഇതൊക്കെ മറ്റേ യുദ്ധകാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ലേ, ആ സമയത്ത് അതിന് വേണ്ടിയിട്ടൊക്കെ. പെട്ടെന്നൊന്നും പിടിച്ച് തുറക്കാനും പറ്റത്തില്ല. ആരും അങ്ങനെ തള്ളി തുറക്കാനായിട്ട് പറ്റാത്ത ലെവലിന് വേണ്ടിയിട്ട് വെച്ചിരുന്നു. പിന്നെ ഈ കാണുന്നൊരു എന്താ പറയാ, ഒരു റൂമുണ്ടല്ലോ, ഇത് ജയിലെന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നിൽക്കുന്ന ഫ്ലോറിൽ നിന്ന് ഒരു 2-2.5 അടി താഴ്ചയിൽ ആണ് ഇതിന്റെ ഫ്ലോർ വന്നിരിക്കുന്നത്. ലൈറ്റൊക്കെ ഇപ്പൊ വെച്ചതായിരിക്കാം. പിന്നെ റൂഫ്, പിന്നെ അവിടെ ഒരു വെന്റിലേഷൻ, ഇത്രയൊക്കെ തന്നെയാണ് ആ ഒരു ജയിലിന്റെ സെറ്റപ്പ്. പക്ഷെ കയറി വരാനായിട്ട് സൈഡിൽ ഒരു ലാഡർ ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ആളുകൾ വല്ല റിനോവേഷന്റെ ഭാഗമായിട്ടും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടി വെച്ചതായിരിക്കാം. അപ്പം ഇത് ജയിലെന്നാണ് പുറത്ത് എഴുതി വെച്ചത്. ഓക്കെ, ജയിൽ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യം കയറാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ടൊക്കെ കയറാൻ പറ്റുമോ എന്ന് നോക്കുക. ഇത് ഹർഷൻ കയറി പോവുക. പക്ഷെ ആ താഴെ ലോക്ക് ഇട്ടേക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അത് തുറക്കാൻ പറ്റത്തില്ല.
അവിടെ എൻട്രി പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് ഇനി പോരെ ലോക്കാമോനെ പോരെ. അതിനുശേഷം ഞങ്ങള് കേറാത്ത വേറൊരു സ്ഥലത്ത്, അതും ഒരു എന്താ പറയാ ടെറസ് പോലത്തെ ഒരു സംഭവമാണ്. അതിനകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. പക്ഷെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു എന്താ ഗ്രില്ലുണ്ടല്ലോ, ഇതിന് താഴെയാണ് നമ്മൾ കയറി വന്ന എൻട്രൻസ്. ഇതും എന്താ കോട്ടയുടെ ഒരു ഭാഗമാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തൊക്കെയൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഉഫ്, എന്റെ ഒരു എന്താ പറയാ വെപ്രാളത്തിൽ ഞാൻ ആ മൈക്കിന്റെ സ്വിച്ച് ഓൺ ആക്കാൻ മറന്നുപോയി. അതാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ അവിടെ നിന്ന് കിട്ടിയാനെ. പിന്നെ അവിടെ ചെറിയൊരു കിളിവാതില്, നല്ല രസമുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ. ലൈക്ക് ആ ഒരു മലനിരകള്, ഇവിടുത്തെ ഈവനിങ് വ്യൂ ചിലപ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷെ നമ്മളിപ്പോ നിൽക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 11:30-12 മണി സമയത്താണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇനി അവിടെ നിന്ന് ഇറങ്ങുക. എൻ്റെ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ വരാൻ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ, ഹർഷൻ അവിടെ കിടന്നൊരു കല്ല് നമ്മൾ ആദ്യം കയറി വന്ന ഒരു ഗ്രില്ലുണ്ടല്ലോ, അതിനകത്തൂടെ എടുത്ത് താഴോട്ടിട്ട് അവൻ കാലുകൊണ്ട് അടിച്ച് പൊക്കിയതാണ്. പക്ഷെ അതിനകത്തോട്ട് താഴെ വീണപ്പം അവിടെ ആളുകൾ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നൈസായിട്ട് അവിടെ നിന്ന് ഞങ്ങളങ്ങ് ചാടി. പക്ഷെ വന്ന് നോക്കുമ്പോഴെന്താ, ആ ഗ്രില്ലിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ആ കാണുന്ന വാതിലിന് തൊട്ട് ഫ്രണ്ടിലാണ്. ചില കാലാവസ്ഥ പ്രശ്നങ്ങളാൽ നമ്മൾ ഇവിടെ എങ്ങും കയറുന്നില്ല ഗൈസ്. നമ്മൾ തിരിച്ചു പോവുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ചൂട് അതിദാരുണമായി നമ്മൾ ഏറ്റുമുട്ടിയിരിക്കുകയാണ്. അതിൽ ചൂട് ജയിച്ചു, നമ്മൾ തോറ്റു. നമ്മൾ തിരിച്ചു പോകുന്നു. ഏതെങ്കിലും രാജ്യത്ത് വെച്ച് കാണാം. ഓ, ഇത് വെള്ളമല്ലേ? ആ വെള്ളമല്ലേ അത് യൂസ് ചെയ്യാത്ത വെള്ളം? വാട്ടർ? നോ വാട്ടർ വേണ്ട. ഈ മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളത്തിനെ നമ്മൾ കിടന്ന് അലയുകയാണ്. കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല, കടയില്ലാഞ്ഞിട്ട. യെസ്, കാണാം. വിഷ്ണു എങ്ങോട്ടാ? ചായക്കട അല്ല, ജ്യൂസ് കുടിക്കാൻ. അങ്ങനെ ഗായ്സ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി എങ്ങോട്ട് പോവാന്ന് ചോദിച്ചാൽ, വെള്ളം കുടിക്കാനായിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയായിരുന്നു. അവിടുന്ന് കുറച്ച് വെള്ളവും സ്നാക്സും ഒക്കെ വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് മാംഗ്രോവ് ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ റോഡ് നല്ല രസമാട്ടോ. ഐ മീൻ ഈവനിങ് സമയങ്ങളിൽ എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. കാരണം നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബീച്ചാണ്. എനിക്കിത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശംഖുമുഖമൊക്കെ നല്ലതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു റോഡല്ല കേട്ടോ, പക്ഷെ ആ ഒരു ആംബിയൻസ്, ലൈക്ക് റോഡ് സൈഡിൽ ബീച്ച്, അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തൊക്കെ പോകുന്നത് ചെറിയൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ക്ലൈമറ്റ് തമ്മിൽ രണ്ടും നല്ല വ്യത്യാസമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ റോഡുകളും സേഫ്റ്റി റെഗുലേഷൻസും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുക്കണം, എന്നിട്ട് പുള്ളീനെ ഇപ്പുറത്തിരുത്തി എനിക്കങ്ങ് ഓടിക്കണം. ശരിക്കും പറയാമല്ലോ, ഇവിടെയൊക്കെ വന്നിട്ട് ഈ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ്. നമ്മൾ വരുന്നതിനും പോകുന്നതിനും ഒക്കെ ഒരു അർത്ഥം ഇല്ലാതായിപ്പോൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലൈസൻസിൻ്റെ കാര്യങ്ങൾ നീക്കേണ്ടതാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഈ സൈഡിലൊക്കെ ഈന്തപ്പഴം മരങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരെണ്ണം കഴിക്കണമെന്ന് തോന്നിയോണ്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു, ലൈക്ക് ഇത് നമുക്ക് പറിക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞു മൂടി വെക്കാത്തതാണെങ്കിൽ പറിക്കാം. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ഇറങ്ങി. നമ്മളൊന്ന് ഈന്തപ്പഴം പറിച്ചോട്ടെ. ഗേറ്റൊക്കെ തുറന്നു കിടക്കുന്നു. ക്യാമറ ഉണ്ടോ? അങ്ങനെ ഗൈസ്, ഞങ്ങൾ കുറച്ച് ഈന്തപ്പഴം അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇത് നല്ലൊരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു പഴുത്തിരിക്കുന്ന ഒരു ഈന്തപ്പഴമാണ്. ഇവിടെ നല്ല ഞങ്ങൾ അടിച്ചത് വേറൊരു വീട്ടിൽ നിന്നാണ്. അത് കുഴപ്പമില്ല. ആരും മൂടി വയ്ക്കാത്ത ഈന്തപ്പഴമാണ് ഞങ്ങൾ എടുത്തത്. മൂടി തുറന്നിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമുണ്ടെങ്കിൽ
കുഴപ്പം ഉണ്ടാവാറില്ല. അങ്ങനെ കുഴപ്പമൊന്നും വരാറില്ല. ഈന്തപ്പഴമാണ് ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ ഈന്തപ്പഴം മരങ്ങളാണ്. നിങ്ങളതിന് കുറച്ച് ഈന്തപ്പഴം എടുത്തത്. ഞാൻ മാത്രമല്ല, ഇവരെല്ലാവരും ഡ്രൈവേഴ്സ് പൾബർ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇപ്പോൾ മാംഗ്രോവ് ഫോറസ്റ്റിൽ കയറാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ഒരു സമയത്ത് ഈ വെയിലത്ത് കയറുന്ന അത്ര നല്ലതല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള കൽബ മോളിലോട്ട് വന്നിരിക്കുകയാണ്. നീ മോളിനകത്തോട്ട് കയറാം. അയ്യ, അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ്. അൺഫോർച്ചുനേറ്റ്ലി ഗൈസ്, എനിക്ക് ഷാർജ കോപ്പിനകത്തുള്ള വിഷ്വൽസ് കാണിക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല. കാരണം ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തതായിരുന്നു. ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി വന്ന് പറഞ്ഞു, പ്ലീസ് ഡോണ്ട് പോസ്റ്റ് ഇറ്റ് ഇൻ എനി സോഷ്യൽ മീഡിയ. അതിനാൽ എനിക്കിതിനകത്ത് അത് കാണിക്കാനായിട്ട് ഒരു നിർവാഹമില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഏതോ ഡാമിലോട്ടാണെന്നാണ് പറഞ്ഞത് ഞങ്ങളോട്. അങ്ങനെ ഇതൊരു ആ ഡാമിൻ്റെ വെള്ളക്കെട്ടാണ്. പക്ഷെ ഇറങ്ങി ഞങ്ങൾ അധികം ഒന്നും ഇറങ്ങിയില്ല. ഞാൻ ജസ്റ്റ് ഇറങ്ങി ഈ ഒരു വിഷ്വൽ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതന്നേ ഉള്ളൂ. അല്ലാതെ ആരും ഇറങ്ങിയില്ല. കാരണം നട്ടുച്ച വെയിലാണെന്ന് ഓർക്കണം. തലയ്ക്ക് മേളിലാ സൂര്യൻ. അതുകൊണ്ട് ഓടിപ്പോയി ഞാൻ ഈ ജസ്റ്റ് ഒന്ന് വ്യൂ ഒന്ന് എടുത്തു. അതിനുശേഷം ഞാനങ്ങ് ഇറങ്ങി. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഓഫ് സീസൺ ആണ് ഈ സമയം. അതുകൊണ്ട് ആരുമില്ല, ഒരൊറ്റ മനുഷ്യരില്ല. ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈവനിങ് സമയത്തേ ഇറങ്ങത്തുള്ളൂ. ഈ സമയത്ത് ആരും വരത്തില്ല. നമ്മളെപ്പോലെ ആർക്കും അത്രയ്ക്ക് പറ്റില്ലല്ലോ. ഇവിടെ അതിനിടയ്ക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട്. അതിനുശേഷം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഹാങ്ങിങ് ഗാർഡൻസിലോട്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി ഗൈസ്, നമുക്കിതിനകത്ത് കയറാനായിട്ട് പറ്റിയില്ല. കാരണം അവിടെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കണക്കിന് നന്നായി. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് കയറിയാൽ അവിടെ ഒന്നും കാണാൻ പറ്റില്ല. സാധനങ്ങളെല്ലാം ലൈക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം അവർ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് നമ്മൾ ഈ പുറമേ കാണുന്ന വ്യൂ ജസ്റ്റ് ഒന്ന് കണ്ട് അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. ഗൈസ്, നമ്മൾ തിരിച്ചു പോകുന്നു. അതിനിടയ്ക്ക് ഏതോ ഒരു റെസ്റ്റോറൻറ്റ്, ഏതോ ഒരു സ്ഥലത്ത്, ഏതോ റെസ്റ്റോറൻ്റ് അല്ല, ഈ റെസ്റ്റോറൻറ്റ് ഏതോ ഒരു സ്ഥലത്താണ്. കഴിച്ചിട്ട് പോകാം. Come on. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരുടെയും വയറ് നിറഞ്ഞു. ഞങ്ങളങ്ങനെ തിരിച്ചു. ഞാൻ ഈ വിഷ്വൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീസിന് ചെറിയൊരു പ്രശ്നം, ഉറക്കം വരുന്നു. അയ്യോ, കാരണം പേടിക്കാനായിട്ട് പല റീസൺസും ഉണ്ട്. ഒന്നാമത്തെ റീസൺ, നമ്മൾ പോകുന്ന അത്യാവശ്യം നല്ല സ്പീഡിലാണ്. ഇത്രയും വലിയ ഹൈവേ ആയതുകൊണ്ട് തന്നെ സ്പീഡ് ലിമിറ്റ് തന്നിരിക്കുന്ന 120 to 140 ആണ്. അപ്പം അതനുസരിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ആ സ്പീഡ് നമ്മൾ മെയിൻറ്റെയിനും ചെയ്യണം. ഇല്ലെങ്കിൽ അത് പല റോഡ് യൂസേഴ്സിനും അത് ബുദ്ധിമുട്ടായിട്ട് വരും. അതിനുശേഷം നമ്മൾ ഷാർജ വഴി വന്നു. ഷാർജയിൽ ആ കാണുന്ന മോസ്കിലോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ പറ്റാറില്ല. ഇപ്പം ഇത്ര ആളുകളൊക്കെ ഉള്ളതുകൊണ്ടും ഇതൊരു ചെറിയൊരു ട്രിപ്പ് ആയതുകൊണ്ടും നമ്മൾ ആ മോസ്കിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഷാർജയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മോസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിനകത്തോട്ട് നമ്മൾ എൻട്രൻസിലോട്ട് കയറുവാണ്. ഇനി അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വിഷ്വൽസ് കാണാം. ഓക്കെ. മോസ്ക് ഷെയ്ഖ് സായിദ് മോസ്ക് അല്ല, പക്ഷെ ഇത് ഷാർജയിലെ ഒരു മോസ്കാണ്.
ഷാർജയിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഈ കാണുന്നത്. ഏറ്റവും വലിയ പള്ളിയല്ല, അത് ഷെയ്ഖ് സായിദ് മോസ്ക് ആണ്. പക്ഷെ ഇത് ഒരു വലിയൊരു പള്ളിയാണ്. ഭയങ്കര വാസ്റ്റ് ഏരിയയിലായി പള്ളി. എൻ്റെ മോനെ, ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അപ്പം ഷാർജയിലെ അടിപൊളി പള്ളി. പക്ഷേ ഷെയ്ഖ് സായിദ് മോസ്ക് അതിതല്ല, ഷാർജ. പക്ഷെ ഈ മാറ്റ് ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, ഞങ്ങളുടെ കട്ടിലിന് പോലും ഇത്ര സോഫ്റ്റ്നെസ് ഇല്ല. അടിപൊളി, ബൗൺസ് ആവുക. സൂപ്പർബ് ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അകത്ത് ഭയങ്കര തണുപ്പാണ്. എയർ കണ്ടീഷനാണ്, പക്ഷെ എന്നാൽ പോലും അടിപൊളി. രക്ഷയില്ലല്ലേ. അങ്ങനെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. കാരണം ഇതൊരു വലിയൊരു വീഡിയോ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത്രയും സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. രാവിലെ ഇറങ്ങി ഇപ്പോൾ വൈകുന്നേരം 4 മണിയാവാറായി. ലൈക്ക് ഓൾമോസ്റ്റ് 12 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ കട്ടിംഗ് ഒന്നും ഇല്ലാതെ, എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Hope you guys all enjoyed the video. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.